എന്റെ അപ്പുക്കുട്ടാ, ഇതാണോ നീ പറഞ്ഞ സ്ഥലം? സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ഇത് തന്നെയാ ഞാൻ പറഞ്ഞ സ്ഥലം. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടായില്ലേ? പിന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ട ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? ഹൗ, ഇവിടേക്ക് വന്നപ്പോ മനസ്സിനാകെ ഒരു കുളിർമ. അതെ അതെ, എനിക്കും തോന്നി. എടാ അപ്പുക്കുട്ടാ, നമുക്ക് ഇവിടെ നിന്ന് നല്ലോണം കളിച്ചാലോ? പിന്നെ കളിക്കാനല്ലേ ഇവിടേക്ക് വന്നിരിക്കുന്നേ? പിന്നല്ല, കളിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? മാത്രല്ല നമ്മുടെ മനസ്സൊന്ന് കാമായിട്ടിരിക്കാനും ഈ സ്ഥലം പറ്റും. ശരിയാ നീ പറഞ്ഞത് അപ്പുക്കുട്ടാ. ഞാൻ ഇത്രയും കാലത്തിനിടക്ക് ഇത്ര നല്ലൊരു സ്ഥലം കണ്ടിട്ടില്ല. ശരിയാ, ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. നിന്റെ മുത്തശ്ശി ഏതായാലും കൊള്ളാട്ടോ. മുത്തശ്ശിയല്ലേ നമുക്ക് ഈ സ്ഥലം പറഞ്ഞേ. കുട്ടിച്ചാത്തന്റെ വീട് അടുത്തുണ്ട് എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഈ സ്ഥലത്തിനുള്ളൂ. പക്ഷെ കണ്ടാൽ ആരും പറയൂല. അതെ അതെ, എടി പൊട്ടിക്കാളി, ഈ കുട്ടിച്ചാത്തന്റെ വിവരം നമ്മൾ ചുരുക്കം പേർക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ തന്നെ എന്റെ മുത്തശ്ശി പറഞ്ഞ കഥയല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ. ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അപ്പൊ നിങ്ങളും അറിഞ്ഞു. അല്ല, ഇത് നമ്മളെ പോലെ വേറെ ആർക്കെങ്കിലും അറിയാനാവോ? അറിയാനൊന്നും സാധ്യത ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാ. അങ്ങനെ എന്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞത്. ഓഹോ, അപ്പൊ കുറേ കൊല്ലം മുമ്പുള്ള പാർക്കായിരിക്കും ഇതില്ലേ? അതെ അതെ, പാർക്കൊക്കെ കുറേ മുമ്പുള്ള തന്നെയാണ്. പക്ഷേ ഇത് പണിത് ഇങ്ങനെ ഈ രൂപത്തിലാക്കിയത് ഈ അടുത്ത കാലത്താണ് എന്ന് മാത്രം. ഓഹോ, അതേതായാലും കിടലായിട്ടുണ്ട്. നമുക്ക് ഏതായാലും കളിക്കാൻ ഉപകാരമായി. ഇന്നെന്താ നോക്കിക്കണേ, വാ നമുക്ക് കളിക്കാം. ഞാൻ ഈ സ്ലൈഡിലൊന്ന് ആദ്യം കയറിയൊക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നീ ധൈര്യമായി കയറിക്കോ കുഞ്ഞുമോളെ, ഞാനില്ലേ ബാക്കിൽ. ഹായ്, നല്ല രസം. അയ്യോ എന്റെ അമ്മേ, എന്നെ രക്ഷിക്കണേ. അയ്യോ ദേ അവള് വീണു. ഞാൻ വീണത് കണ്ട് ചിരിക്കാ നിങ്ങളെല്ലാരും. ഒന്ന് വന്ന് എന്നെ പൊക്കിയെടുത്തൂടെ? വെയിക്കണ പഠിക്കുന്നുണ്ടാ പോരെ? ആദ്യം ഞാൻ കാണിച്ചു തരില്ലേ എങ്ങനെ കയറണ്ടേന്ന്. എനിക്ക് ധൃതി കുറച്ച് കൂടുതലാ, അതാണ് എല്ലാത്തിന്റെ പ്രശ്നം. ധൃതി കൂടിയൊന്നല്ല, എന്റെ കാലൊന്ന് സ്ലിപ്പായി പോയതാ. അപ്പൊ കുഞ്ഞുമോളെ ഓരോന്നിലും കയറുമ്പോ സൂക്ഷിച്ച് കയറണ്ടേ? എന്നാ നിങ്ങൾക്ക് നല്ലോണം വെയ്ക്കെങ്കിൽ നിങ്ങളൊന്ന് കയറിയേക്ക്, അപ്പൊ കാണാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ കയറുന്നേന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞുമോളെ? കൊഴപ്പല്ല, നീ ഇതിനൊക്കെ എക്സ്പേർട്ട് ആണെന്ന് എനിക്കറിയാം. അവള് മാത്രല്ല, എന്തൊരു സാധനം കാണുമ്പോഴും ആക്രാന്തം കുറച്ച് ഒഴിവാക്കാൻ നല്ലത്. എനിക്ക് എന്ത് കാണുമ്പോഴും കുറച്ച് ആക്രാന്തം കൂടുതലാ, അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് ആക്രാന്തം ഒന്നുമില്ല ട്ടാ. പിന്നെ എങ്ങനെ നീ വീണത്? ഞാൻ പറഞ്ഞില്ല എന്റെ കാല് സ്ലിപ്പായതാണെന്ന്. ഓ, മനുഷ്യന്മാർക്കൊന്ന് വീണും കൂടെ? എന്നാ നീ ഒന്നുകൂടി കയറി നോക്ക്. ഇത്തവണ നിനക്ക് പറ്റും, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒന്ന് ശ്രദ്ധിച്ചാ മതി. ഞാൻ നോക്കും. നീ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിലും കരുതിന്ന് ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാൻ. ഒരിക്കൽ വീണെന്ന് കരുതി എപ്പോഴും വീണമെന്നില്ല. അത് കളിക്കി മിനിമോളെ, നീ ഇപ്പൊ കാണിച്ചത് നല്ല ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ വീണെന്ന് കരുതി നമ്മൾ തോറ്റു കൊടുക്കരുത്. നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പറ്റിയ തെറ്റ് നമ്മൾ തിരുത്താൻ തുടങ്ങും. അത് ചിന്നമോള് പറയുന്നത് ശരിയാ. ഒരിക്കൽ തോറ്റെന്ന് കരുതി നമ്മൾ പിന്മാറരുത്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവസാനം നമുക്ക് വിജയം കിട്ടും. അല്ലടാ അപ്പുക്കുട്ടാ, നീ പറഞ്ഞില്ലേ കുട്ടിച്ചാത്തന്റെ ബംഗ്ലാവിടെ അടുത്താണെന്ന്. അത് ഏത് ഭാഗത്തായിട്ടാ വരിക? അതറിഞ്ഞിട്ട് എന്തിനാ നിനക്ക് അങ്ങോട്ട് പോകാൻ പൂതിണ്ടാ? അല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രം. അത് ദേ ആ കാണുന്ന മരങ്ങളില്ലേ, ആ മരങ്ങൾക്കപ്പുറാ. ഓഹോ, അവിടെയാണോ ആ ഭയങ്കരമായ ബംഗ്ലാവ്? അതെ, മുത്തശ്ശി പറഞ്ഞു നോക്കുമ്പോ ഏകദേശം ആ ഭാഗത്താണെന്ന് തോന്നുന്നു. പാവം കുട്ടിച്ചാത്തൻ അവിടെ ആ പെട്ടിയിലിരുന്ന് വേർത്തിട്ടുണ്ടാകും. എന്ത് വേർക്കേ? കുട്ടിച്ചാത്തൻ എന്ത് ചൂട് തണുപ്പ്. അതെ അതെ, എടാ പറയാൻ പറ്റില്ല, കുട്ടിച്ചാത്തൻ ഉണ്ടാവില്ലേ ചൂടൊക്കെ. കുറെ കാലായില്ലേ ആ പെട്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. എടാ അപ്പുക്കുട്ടാ, നമുക്ക് അവിടേക്കൊന്ന് വെല്ലൊന്ന് പോയി നോക്കിയാലോ? എന്താ നീ പറഞ്ഞേ? നമുക്ക് അവിടേക്കൊന്ന് വെറുതെ ജസ്റ്റ് പോയി നോക്കിയാലോ എന്ന്. പോയി നോക്കണേനൊന്നും കുഴപ്പമില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. മുത്തശ്ശി പറഞ്ഞ കഥയൊക്കെ കേൾക്കുമ്പോ കുട്ടിച്ചാത്തനെ മോചിപ്പിക്കാൻ ഒരു പൂതി. അയ്യോ എടാ, വയ്യാവേലിയൊന്നും തലയിലെടുത്ത് വെക്കല്ലേടാ. വയ്യാവേലിയോ? അതെങ്ങനെ വയ്യാവേലിയാകും? കുട്ടിച്ചാത്തനെ മോചിപ്പിച്ചാ നമ്മളൊരു പുണ്യകാര്യല്ലേ ചെയ്യണേ. മാത്രല്ല മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് കുട്ടിച്ചാത്തൻ രക്ഷപ്പെടും ചെയ്യും. അയ്യോ, എനിക്കിതൊക്കെ കേൾക്കുമ്പോ തന്നെ പേടിയാകുന്നു. എനിക്കും അതെ, മന്ത്രവാദിയെന്ന് കേൾക്കുമ്പോ തന്നെ കയ്യും കാലും വിറക്കുക. പിന്നെ ഇപ്പോ എനിക്ക് പേടൊന്നുമില്ല. അപ്പുക്കുട്ടാ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാൻ റെഡിയടി കുഞ്ഞുമോളെ. അയ്യോ അപ്പുക്കുട്ടാ, വേണ്ടട്ടോ, കളി കാര്യാവേ. അതെ അതെ, വേണ്ട. എടി മണ്ടി, നമ്മളെ കുട്ടിച്ചാത്തനൊന്നും ചെയ്യില്ല. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കുട്ടിച്ചാത്തൻ നല്ല ഇഷ്ടാണെന്ന്. മാത്രല്ല നമ്മളാ ബോക്സിൽ നിന്ന് കുട്ടിച്ചാത്തനെ രക്ഷിച്ചാ കുട്ടിച്ചാത്തന് നമ്മളോട് ഇഷ്ടം കൂടുതലായിരിക്കും. എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് നീ പേടിത്തൂറ ആയതുകൊണ്ട് തോന്നുക. കുഞ്ഞുമോളെ, നീ ഉണ്ടോ എന്റെ കൂടെ? പിന്നല്ല, ഞാനില്ലാതെ. ഞാൻ മാത്രല്ല, നമ്മൾ 4 പേര് പോകും. ഞാനില്ല, എന്റെ വീട്ടിൽ പോണം. നീയും പോരും, ഇവളും പോരും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ഒന്ന് പോടി, നിനക്ക് വേറൊരു പണിയില്ലായിട്ടാ. എടി ചിന്നുമോളെ, ഈ കാര്യത്തിനൊന്നും പേടിക്കാൻ പാടില്ല.
നമ്മൾ പേടിക്കും തോറും ഭീരുക്കളായി മാറിയ ചെയ്യാ. എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ നേരിടണം. ഇക്കാലത്ത് നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കും പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ്. ഓ, നിനക്കും പോകണമെന്നുണ്ടോ? പോരന്നേ, നമുക്കൊന്ന് പോയി നോക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നേക്കാം. പോകാല്ലേ? ആ, പോകാന്ന്.